സാധാരണ എല്ലാ വീഡിയോകളിലും നമ്മൾ കാണുന്നത് ബഡ്ഡിങ് എങ്ങനെ ചെയ്യുന്നു, അതുപോലെ ലയറിങ് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കറിവേപ്പിൻ്റെ വേര് പിടിച്ചൊരു തണ്ട് കിട്ടാൻ വേണ്ടി ഒന്ന് ലയർ ചെയ്തു. ഇപ്പോൾ ഏറെക്കുറെ 1 മാസം കഴിഞ്ഞു. ഇനി നമുക്കത് പതുക്കെ അതിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് പൊളിച്ച് തുറന്ന് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഹ്യൂമസ് അടങ്ങിയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ ചകിരിക്കകത്തൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ലയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. മണ്ണും ചകിരിയൊക്കെ താഴെ പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കൊണ്ട് ഇതുപോലെ കെട്ടും. സാധാരണ കറിവേപ്പിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് വേറൊരിടത്ത് കൊണ്ടുപോയി നട്ടാൽ കിളിക്കില്ല. എന്നാൽ ലയർ ചെയ്തിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ കിളിച്ചോടും. ലയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മണ്ണൊക്കെ ഇപ്പോൾ താഴെ പോയിട്ടുണ്ട്. അത് സാരമില്ല, പക്ഷേ നേരത്തെ ഒരു ഈർക്കിലി കൊണ്ട് വേണം ആ ചകിരിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. മുളച്ചു വരുന്ന വേര് നഷ്ടപ്പെടാൻ പാടില്ല. ലയർ ചെയ്തപ്പോൾ നമ്മൾ ആ തണ്ടിൻ്റെ ഒരു വശത്ത് റൗണ്ടിൽ കട്ട് ചെയ്തായിരുന്നു, ബാർക്ക് വശം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പം മുകളിലും താഴെയും ചെറിയ രീതിയിൽ വേര് മുളച്ചിട്ടുണ്ട്, മണൽത്തരി പോലെ നമുക്ക് കാണാൻ പറ്റും. ഞാനിത് ക്ലോസപ്പിൽ കാണിക്കാം. ഇവിടെ വേര് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഈ ഷീറ്റ് പൊളിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. കറിവേപ്പിൻ്റെ തൈകൾ പോളിത്തീൻ കൂടിൽ വളർത്തിയത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ അത് നമ്മൾ പറമ്പിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും എല്ലാം ഒന്നങ്ങോട്ട് പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വേര് പിടിപ്പിച്ച ഒരു തണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബാർക്ക് വശം അല്ലെങ്കിൽ തൊലി വശം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചകിരിയും പോട്ടിംഗ് മിക്സ്ചറും ഒക്കെ ചേർത്ത് കെട്ടി വെക്കണത്. വളരെ എളുപ്പത്തിൽ വേര് പിടിച്ചോളും. 2 ആഴ്ചയോളം സമയമെടുക്കും. കൃഷിയിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.